നമസ്കാരം. കൊച്ചി കോർപ്പറേഷൻ്റെ 62ാം വാർഡ് കൗൺസിലർ, എറണാകുളം സൗത്ത് ഏരിയ കൗൺസിലർ പത്മജ എസ് മേനോൻ്റെ വസതിയുടെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമസ്കാരം മാഡം. നമസ്തേ. മാഡത്തിന് പ്രത്യേക ഒരു അഭിമുഖം എടുക്കാനാണ് നമ്മളോട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ സന്തോഷം. താങ്ക് യു. ദീപം FIS ചാനലിൻ്റെ പ്രത്യേക അഭിമുഖത്തിനായി മുന്നേ പറഞ്ഞ പോലെ കൊച്ചി എറണാകുളം സൗത്ത് കൗൺസിലർ, 62ാം വാർഡ് കൗൺസിലർ പത്മജ എസ് മേനോൻ്റെ ഭവനത്തിലാണ് നാം എത്തിയിരിക്കുന്നത്. മാഡം രാഷ്ട്രീയത്തിൽ എത്തിയിട്ട് എത്ര കാലമായി? 10 വർഷമായി. നീണ്ട 10 വർഷം. നീണ്ട 10 വർഷം എന്ന് പറഞ്ഞാൽ 24 വെച്ച് തന്നെ ഗുണിക്കണം. 24 മണിക്കൂറും ഞാൻ സദാ സന്നദ്ധയായിട്ട് രംഗത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ 10 വർഷത്തിനെ ഓരോ ദിവസവും എടുത്ത് 10 × 365 × 24 എന്ന് ചെയ്യുമ്പോൾ അത്രയും മണിക്കൂർ ഞാൻ സദാ പ്രവർത്തന നിരതയായിട്ട് ഫീൽഡിലുണ്ടായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. കൗൺസിലറായിട്ട് എത്ര കാലമായി? 3 വർഷം. മാഡത്തിൻ്റെ കൗൺസിലറായി കഴിഞ്ഞുള്ള സേവനങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ നിരന്തരം വീക്ഷിച്ചതിൻ്റെ പേരിലാണ് മാഡത്തെ ഒരിക്കൽ അഭിമുഖം നടത്താം എന്ന് ആഗ്രഹിച്ച് മാഡവുമായി ബന്ധപ്പെട്ടത്. എന്തായാലും മാഡം അതിനകത്ത് എനിക്ക് അഭിമുഖം തരാൻ, എൻ്റെ ചാനലിൽ അഭിമുഖം തരാൻ തയ്യാറാവുകയും ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മാഡം ഏക വ്യക്തിയായി ഇങ്ങനെ നഗരങ്ങളിൽ മാഡത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന അല്ലെങ്കിൽ മാഡത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ അഴിമതികളോ മറ്റോ ഒക്കെ തുറന്ന് കാണിക്കുന്നതിൽ ധീരത കാണിക്കുന്ന ഒരു വനിതയാണ്. താങ്കൾക്ക് ഈ ധൈര്യം എവിടെ നിന്നും എങ്ങനെയാണ് കിട്ടിയത്? എൻ്റെ അച്ഛൻ ഒരു ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. ഇൻഡിപെൻഡന്റ് ട്രേഡ് യൂണിയൻ നേതാവ്. SC മേനോൻ, ശ്രീകണ്ഠത്ത് ചന്ദ്രശേഖര മേനോൻ എന്നാണ് പേര്. അച്ഛനൊരു നല്ല പദവിയിൽ FICയിൽ ഇരിക്കുമ്പോഴാണ് അച്ഛന് തോന്നി തൊഴിലാളികളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് തോന്നി. പിന്നെ അച്ഛന് വേറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അമ്മ ഡോക്ടറാണ്, വീട്ടുകാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കോളും. അപ്പൊ കൈക്കൂലിയൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ദിവസവും ഇങ്ങനെ ആൾക്കാർ കളിയാക്കി പറയും, അമ്മയ്ക്ക് രാത്രിയൊക്കെ കേസ് വന്ന അമ്മ ആശുപത്രി പോകണ്ടോ, ഗൈനക്കോളജിസ്റ്റ് ആണല്ലോ, 10 രൂപ മേശപ്പുറത്ത് വെച്ചിട്ട് അച്ഛൻ്റെ പിറ്റേ ദിവസത്തെ ചെലവിനെന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പൊ അച്ഛൻ്റെ ജീൻസ് എനിക്ക് കിട്ടാണ്ടിരിക്കില്ല. അച്ഛൻ സ്വതന്ത്ര ട്രേഡ് യൂണിയൻ മൂവ്മെന്റിന് കേരളത്തിൽ ഒരു മേൽവിലാസം ഉണ്ടാക്കിയത് അച്ഛനാണ്. പറയാതെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറ്, ബെന്നി ബെഹനൻ ചേട്ടൻ, ഇവൻ മരിച്ചുപോയ നമ്മുടെ CPIയുടെ നേതാവുണ്ടല്ലോ കാനം രാജേന്ദ്രൻ സാർ, എല്ലാവരും അച്ഛൻ്റെ യൂണിയനിൽ സെക്രട്ടറിമാരായിട്ടിരുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമ്മളുടെ കൊച്ചിൻ മേയറായിട്ടുള്ള ശ്രീ അനിൽകുമാർ അച്ഛൻ്റെ കൂടെ പല യൂണിയനിലും സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷം, അച്ഛൻ മരിച്ചതിന് ശേഷം അതിൻ്റെയൊക്കെ പ്രസിഡന്റായി, ഡൽഹിയിൽ വരെ ശ്രീ അനിൽജി പ്രസിഡന്റ് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു അച്ഛൻ്റെ മകളാണ്. അപ്പൊ അച്ഛൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണെന്ന്. അപ്പൊ എനിക്കൊരു വലിയ ശബ്ദമുണ്ട് കേട്ടോ, മൈക്കിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ തമാശക്കെങ്കിലും പറയും, അച്ഛൻ എനിക്ക് ഇത്രയും വലിയ ശബ്ദമുള്ളത് കൊണ്ടാണോ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണെന്ന് പറയണേ? അപ്പൊ പറഞ്ഞു അല്ല. അപ്പൊ ഞാൻ അച്ഛ എനിക്ക് കൈക്കൂലി പറ്റില്ല, കള്ളക്കടത്ത് പറ്റില്ല, കള്ളപ്പണം പറ്റില്ല, ഒന്നും പറ്റില്ല, ഞാൻ അച്ഛൻ്റെ മോളല്ലേ. അപ്പൊ അച്ഛൻ പറയും എക്സാക്ട്ലി അങ്ങനെയുള്ളവരെയാണ് നമുക്ക് ആവശ്യം, നീ എൻ്റെ മോളാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിർബന്ധിക്കുന്നത്. അപ്പൊ അച്ഛന് പ്രായമായി. ഇങ്ങനെ എന്നെ കാണുമ്പോഴൊക്കെ അച്ഛൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു ദിവസം ചില സിനിമയിലൊക്കെ പോലും നിങ്ങൾക്ക് തോന്നുന്നു എൻ്റെ കൈ പിടിച്ചിങ്ങനെ മോളെ 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 നീ ശബ്ദമില്ലാത്തൊരു ശബ്ദമാണെന്ന് പറഞ്ഞിങ്ങനെ കൈ ഇങ്ങനെ നടന്നു പോയി അച്ഛൻ അൺകോൺഷ്യസ് ആയി കുറച്ച്. ശരി, ഓക്കെ. അന്നേരം നിങ്ങൾ ഈ രാഷ്ട്രീയത്തിന് വരുന്നതിന് മുന്നേ മാഡം എന്തായിരുന്നു ഫീൽഡ്? ഞാനൊരു ജേർണലിസ്റ്റ് ആയിട്ടാണ് ആദ്യം തുടങ്ങിയത്. ഞാൻ ജേർണലിസ്റ്റ് ആവുന്ന ആഗ്രഹിച്ച ആളല്ല കേട്ടോ. പഠിച്ചത് അതല്ല, കെമിസ്ട്രി പഠിച്ചു. അച്ഛന് കെമിസ്ട്രി ആയിരുന്നു. ആദ്യമേ ഞാൻ തീരുമാനിച്ചിരുന്നു ഡോക്ടർ ആവൂലെന്ന്. കാരണം അമ്മ തോന്നുമ്പോൾ വരും, തോന്നുമ്പോൾ പോകും, സ്ത്രീകൾക്ക് പറ്റിയ ഒരു ഇതല്ലാന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷെ ഡോക്ടർ എല്ലാവരും ചോദിക്കും ഡോക്ടർ ആവുമല്ലേ, അപ്പൊ ഞാൻ ഡോക്ടർ ആവും, കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് എടുത്ത് ഡോക്ടർ ആവുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി, സ്വിറ്റ്സർലൻഡിൽ പോയി. അപ്പൊ ആ സമയത്ത് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിലേക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നത് വളരെ വളരെ ചുരുക്കമാണ്. വേൾഡ് റൈഡിങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചാണ് പോയത്. തിരിച്ചു വന്നപ്പോൾ മാതൃഭൂമിയില് ഗൃഹലക്ഷ്മിയിൽ പത്രാധിപയായിരുന്ന ശ്രീമതി ലൽക്കാർ എന്നോട് പറഞ്ഞു, ഒരു പോകുമ്പോൾ തന്നെ പറഞ്ഞത് യാത്രാ വിവരണം എഴുതായിരുന്നു. അപ്പം എനിക്കതൊന്നും എഴുതാൻ അറിയില്ല. കഥയും കവിതയൊക്കെ കോളേജ് യൂത്ത് ഹോസ്റ്റലിന് എഴുതാം, യാത്രാ വിവരണമൊക്കെ എങ്ങനെ. അപ്പോൾ നിങ്ങൾ എഴുതൂ, നമ്മൾ സബ്മിറ്റ്
ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ എന്ന്. അങ്ങനെ ഒരു ലക്കെന്ന് പറഞ്ഞത് 4 ലക്കം പോയി. മാത്രമല്ല എഡിറ്റിംഗ് ഒന്നും നടന്നില്ല. അവർ ഇങ്ങനെ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു എഴുത്ത് രീതി ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ ഭയങ്കര കട്ടിയുള്ള വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാവാണ്ട് ഡിക്ഷണറി ഒക്കെ മുമ്പിൽ വെച്ച് വേണം നമ്മൾ. അതല്ല, മാധ്യമങ്ങളുടെ വാക്കുകൾ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ വാക്കുകളും ഈ പ്രിന്റിംഗ് വാക്കുകളും രണ്ടും രണ്ടല്ലേ? അതെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ എന്നെ സാധാരണ സംസാരിക്കുന്ന പോലെയാണ് ഞാൻ എഴുതുന്നത്. ഭയങ്കരമായിട്ട് ആൾക്കാരുടെ റീഡർഷിപ്പ് 1 ലക്കം എന്ന് പറഞ്ഞാൽ 4 ലക്കത്തിലേക്ക് പോയി എന്ന് മാത്രമല്ല, എനിക്ക് അവരവിടെ ജോലിയും തന്നു. ചുരുക്കി പറഞ്ഞാൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥയെഴുത്ത് പോലെ. അതെ, കറക്റ്റ്. ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. വൈക്കം മുഹമ്മദ് ബഷീർ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മാവിന്റെ ചുവട്ടിൽ കസാരയിൽ കിടന്ന് ഞാൻ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യവും എനിക്ക് പിന്നെ ലഭിച്ചിട്ടുണ്ട്.